തെറ്റാ. അല്ല, ശരിയാ പറഞ്ഞത്. നീ പറഞ്ഞത് തെറ്റാ. ശരിയാ പറഞ്ഞത്. തെറ്റാണ് പറയുന്നത്. ഞാൻ ശരിയാ പറഞ്ഞത്. എനിക്ക് ഈ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്. ഇത് വളരെ രസകരമാണ്. ഞാൻ എന്റെ പല്ല് ഡോക്ടറിനെ വിളിച്ചു. അയാള് പറയാ ഞാൻ ഉടനെ ചെന്നാൽ എന്റെ വേദനയുള്ള പല്ല് അയാള് പറിച്ചു തരാമെന്ന്. ഞാനൊരു ഭാഗ്യവാൻ തന്നെ. എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പല്ലുവേദന വരികയില്ലായിരുന്നല്ലോ. എന്റെ കാറ് വർക്ക്ഷോപ്പിലാണല്ലോ, നടന്നു പോണ്ടി വരുമല്ലോ. നിനക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാറ് ഷോപ്പിലാകില്ലായിരുന്നല്ലോ. പിന്നെ കാണാട്ടോ. ഒരു ബ്രേക്കിന് ശേഷം ഈ സീരിയസ് സെലക്ഷൻ ഡിബേറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സൈലന്റ് ജാക്കിന്റെ അതിഭീകരമായ മോഷണമാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മോഷ്ടാവ് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലേ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗം? സൈലന്റ് ജാക്ക് വലിയ അപകടകാരിയാണ്. പൊതുജനം സൂക്ഷിച്ച് വാതിലും ജനലുമെല്ലാം അടച്ചിടേണ്ടതാണ്. ഓടി, നമുക്ക് ഈ കതകും ജനലൊക്കെ അടിച്ച് സൂക്ഷിച്ചിരിക്കണം. സൈലന്റ് ജാക്ക് പുറത്താണ്. സൈലന്റ് ജാക്ക് ഒരു വലിയ അപകടകാരിയാണെന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ വീട് ഏതായാലും അടച്ചു പൂട്ടി കഴിഞ്ഞു. ഇനി സൈലന്റ് ജാക്ക് വന്ന് മോഷ്ടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. അഥവാ അവൻ വന്നാലോ? സൈലന്റ് ജാക്ക് വരാതിരിക്കാൻ വേണ്ടി വീടെല്ലാം പൂട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഇതിനകത്തൂടെ വരാൻ പാടില്ല, ശരിയല്ലേ? അഥവാ സാന്റാക്ലോസ് വന്നാ തുറക്കാം. കൊണ്ടു കാണുന്നില്ല. നിങ്ങളുടെ പല്ലെടുത്ത് കഴിഞ്ഞു. എരുതുകൾ കടിച്ചാ പൊട്ടതൊന്നും കഴിക്കണ്ട. കുറച്ചു കാലത്തെ കഞ്ഞിയും സൂപ്പും മാത്രം കഴിച്ചാ മതി. നന്ദിയുണ്ട് ഡോക്ടർ. എന്താ ഇത്? ഓ, നേരത്തെ വന്ന ആളുടെ ചാവിയുടെ വീട് പോയെന്ന് തോന്നുന്നു. ഓ, അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ. ചാവി വീണ് പോയെന്ന് അറിയുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വന്ന് ചോദിച്ചോളൂ. ആ കാര്യം തീർച്ച. അകത്തെടുത്ത് വെക്കാം. ലോറ, ലോറ, എവിടെയാണ് നീ ലോറ? ലോറ, ഇയാൾ അവരെ പിടിച്ചു. ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിനക്കിപ്പൊ കിട്ടും മോനെ. ഡോർബെൽ അടിച്ചപ്പോഴേ ഞാനിത് ഓർക്കേണ്ടതായിരുന്നു. ഡോറയുടെ കയ്യിൽ താക്കോലുണ്ടല്ലോ, പിന്നെന്തിനു ഡോർബെൽ അടിക്കണം? ഞാൻ വീട്ടിലാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഓടി, ഇതൊരു സിനിമ മാത്രമല്ലേ? സാരമില്ല, ഇവിടുന്ന് കാണാനാ നല്ല ഭംഗി. നീ സൈലന്റ് ജാക്കിനെ ഓർത്ത് പേടിച്ചാണോ? ഓ, അത് നേരാണല്ലോ. അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട കേട്ടോ. ഇവിടെ ഒരു 1000 വീടുകളില്ലേ. നമ്മുടെ മാത്രം വീടല്ലല്ലോ അവന് മോഷ്ടിക്കാനുള്ളത്. ഓ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇത് ജോൺ ആയിരിക്കും. ജോണിന്റെ കയ്യിൽ താക്കോലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവൻ ബെല്ലടിക്കുന്നത്? ആരുടെ കയ്യിലാ ചാവിയില്ലാത്തതെന്ന് അറിയാമോ? സൈലന്റ് ജാക്കിന്റെ കയ്യിലാണ് ചാവിയില്ലാത്തത്. എന്റെ കയ്യില് താക്കോലില്ല. അത് നേരാ. ഇയാളുടെ ഒച്ച നമ്മുടെ ജോണിന്റെ ഒച്ച പോലെ അല്ലല്ലോ. ശരിയാ,
ഇയാളെ കാണാനും നമ്മുടെ ജോണിനെ പോലെ അല്ല. തുടുത്ത കവിളും തലക്കെട്ടും ഉണ്ടല്ലോ. ഇത് ജോണല്ല. നിക്ക്. ഓടി നോക്ക്. അയാൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. ഓ, ഇനി ഞാൻ അങ്ങനെ അകത്ത് കയറും. എനിക്കോ പേടിയോ? ആഹ്, ഞാനൊന്നിനെ പേടിക്കില്ല. ഓ ഓ ഓ ഓ. ഓക്കെ, നോർമ വന്ന് നമ്മുടെ കൂടെ താമസിക്കുമെന്നുള്ളതല്ലാതെ എനിക്ക് വേറെ യാതൊരു പേടിയില്ല. ആ, ഇയാള് പുറകിലത്തെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നല്ലോ. പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? നീ വാതിലോർക്കൂ. ഓടി, നീ ഒന്നും പേടിക്കാതിരിക്കെ. ഇവിടെ നമ്മൾ ഒരു ഹീറോയെ പോലെ തന്നെ ആയിരിക്കണം. എന്തു നേരിടാനുള്ള ധൈര്യം വേണം. നീ ഇവിടത്തെ പട്ടി ആയതുകൊണ്ട് ഇക്കാര്യത്തിന് വേണ്ടി നിന്നെ ഞാൻ നിയമിക്കുകയാണ്. പേടിത്തൊണ്ടൻ, നിനക്കൊരു എലിയുടെ ധൈര്യം പോലും ഇല്ലല്ലോ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? എനിക്ക് ഒട്ടും ധൈര്യമില്ലെന്നാണോ? സ്ക്വീക്ക്, ചീസ് കഴിക്കുകയല്ലാതെ നിന്നെ കൊണ്ട് എന്താ പ്രയോജനം? ആ പറഞ്ഞത് ശരിയാ. ചീസ് എലിക്ക് കഴിക്കാനുള്ളതല്ലേ, ഞാനിതല്ലേ കഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, സൈലന്റ് ജാക്ക് അകത്തേക്ക് കയറാൻ നോക്കുമ്പോ നീ ഇവിടെ ചീസ് കഴിക്കുക. ഓ, എനിക്ക് അവന് പേടിയൊന്നുമില്ല. അവൻ ചീസ് മോഷ്ടിക്കില്ലല്ലോ. സ്ക്വീക്ക്, ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരേ ഒരു പോവഴി, ഒരു എലിക്കണി. എലിക്കണിയോ? ഇപ്പൊ ഞാൻ എവിടുന്ന എലിക്കണി കൊണ്ടുവരിക? ദേ ഈ ഫ്രിഡ്ജിന്റെ പുറകില്. അവിടെയല്ലേ എല്ലാരും എലിക്കണി വെക്കാറുള്ളത്. എലിക്കണിയോ? അത് നല്ല ഐഡിയ. അയ്യോ, എന്ത് ഭയങ്കര കരച്ചില. സൈലന്റ് ജാക്ക് അത്ര സൈലന്റ് അല്ലെന്ന് തോന്നുന്നു. നീ എന്തിനാ ഇളിക്കുന്നേ? ഒരു മനുഷ്യൻ എലിക്കണി കുടുംബം കാണാൻ എന്തൊരു രസം. അതുകൊണ്ടൊന്നും അയാളെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ എന്താ ചെയ്യുന്നേ? അയാളുടെ ടെറസിലേക്ക് കയറാൻ നോക്കുക. അയാളെ എങ്ങനെയാ തടയേണ്ടത്? ഒരു എലിക്കണിയും കൂടി വെച്ചാലോ? ആ, ഒരു ഐഡിയ കിട്ടി. വളരെ അപകടം പിടിച്ച സാധനം ആയതുകൊണ്ടാ ജോൺ ഇത് ഇവിടെ വെച്ചത്. എനിക്ക് ഇയാളെ കാണുമ്പോ സങ്കടം തോന്നുന്നു. സൈലന്റ് ജാക്ക് അപകടം പിടിച്ചൊരു ക്രിമിനൽ അല്ലേ? നമ്മൾ അയാളെ പിടിച്ചു. നമ്മൾ അയാളെ പിടിച്ചിട്ടില്ല. അയാൾ പിന്നോട് തിരിച്ചു വരും. നമുക്ക് സൈലന്റ് ജാക്കിനെ അങ്ങനെ തടയാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എക്സ്പേർട്സിന്റെ ഒരു ടീം ഉണ്ടാക്കണം. ഇയാളെ തടയാൻ പറ്റിയ സാമർഥ്യക്കാരുടെ ഒരു ടീം. ഒരു പട്ടിക്കുഞ്ഞ് എലി ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ആ, എന്നാ ആയിക്കോട്ടെ, നമുക്ക് പോകാം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങളൊരു പട്ടിക്കുഞ്ഞ് എലിയാണെന്നുള്ള വിചാരം വേണ്ട. നമ്മളുടെ ശത്രു പുറത്തുണ്ട്. അയാൾ അകത്തേക്ക് കയറാതെ തടയണമെങ്കിൽ ഒരു പ്ലാൻ വേണം. എന്തെങ്കിലും പ്ലാൻ കിട്ടിയോ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. റോളർ സ്കേറ്റ്സ് അതിന്റെ സ്ഥലത്ത് തന്നെ ഉണ്ട് ഗാർഫീൽ. ഓക്കെ, ആ പെട്ടി എവിടെയാണ് വെച്ചിരിക്കുന്നത് ഓടി? ഓക്കെ, എല്ലാ അതാത് സ്ഥലത്തുണ്ട്. ഇനി അയാളെ അകത്തേക്ക് വിട്. ഞാൻ എവിടെയാ നിൽക്കേണ്ടത്? എന്തെല്ലാമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Da
ഇവിടെ ആരുമില്ലേ? നമുക്ക് സാധിച്ചു. നമുക്ക് സൈലന്റ് ജാക്കിനെ പിടിക്കാൻ പറ്റി. അയാൾ ഇവിടുത്തെ ഏറ്റവും അപകടം പിടിച്ച ക്രിമിനൽ അല്ലേ? വാതിൽ തുറക്കാൻ ആരുമില്ലേ? നീ മിണ്ടരുത് സൈലന്റ് ജാക്ക്, ഞങ്ങൾ നിന്നെ തുറന്നുവിടില്ല. ഗാർഫീൽഡ്, ഇത് ഞാനാ, ജോൺ. മിണ്ടരുത്. ഇയാളുടെ ശബ്ദം ജോണിന്റെ പോലെ അല്ലല്ലോ. ജോണിന്റെ ശബ്ദം എനിക്കറിയാം. ഇതെന്തോ കടിച്ചു പിടിച്ചേക്കുന്ന പോലെയല്ലേ? ജോൺ, ഹലോ. ഓടി, വീട് രക്ഷിക്കാൻ നമ്മൾ ചെയ്ത പണിയൊക്കെ ശരിയാണല്ലോ. സൈലന്റ് ജാക്ക് ഇവിടെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ജാക്ക്, നമ്മൾ ചിലപ്പോ ബേസ്മെന്റിലായിരിക്കുമ്പോ അയാൾ അകത്തേക്ക് വന്നിട്ടുണ്ടാവോ?